ഹലോ. അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഷംസിൻ. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് ഗുഡ്. ഇന്ന് ഞാനൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആസ് യൂഷ്വൽ എഗ്ഗ് ഇല്ലാതെ എന്ത് സാൻഡ്വിച്ച് അല്ലേ? 2 എഗ്ഗ് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് വെജീസാണ്. ഞാനിവിടെ സവോള, തക്കാളി, ക്യാരറ്റ് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. തക്കാളിയും അതുപോലെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. മയോണൈസ് ഇല്ലാണ്ട് എന്ത് സാൻഡ്വിച്ച് അല്ലേ? ഞാനൊരു ജാറിലേക്ക് 2 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വിനീഗർ വേണം, വെളുത്തുള്ളി വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇനി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ് ആക്കിയിട്ടെടുക്കാം. ഞാൻ വല്ലാണ്ട് തിക്കാക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് ആ ഒരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഏറ്റവും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളുടെ മയോണൈസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയം ഇതിലേക്കും പെപ്പർ പൗഡർ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ബ്രെഡിനെ നമുക്ക് ബട്ടറിലൊന്ന് കുളിപ്പിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ശേഷം ബ്രെഡിൻ്റെ മേൽഭാഗത്തും ബട്ടർ തേച്ച് കൊടുക്കാം. എനിക്ക് ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ വെറുതെ ആക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാട്ടോ. നല്ല ചൂട് ചായൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലായിട്ട് നമുക്കൊരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ സ്ലൈസ് ഒന്ന് മെൽറ്റായിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതിയാകും. ഞാൻ പറഞ്ഞില്ലേ, മല മറിക്കണ പണിയൊന്നുമില്ല, സിമ്പിളാണെന്നുള്ളത്. കഴിഞ്ഞു, നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഐറ്റം മാക്സിമം ചൂടോടെ കഴിക്കാൻ വേണ്ടി നോക്കുക. ചൂട് പോയാൽ വലിയ സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മാക്സിമം ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ ഫില്ലിങ്, അത് ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ എത്രയാണ് വേണ്ടത് അത്രയും വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു പിടുത്തങ്ങ് പിടിക്കുക. എൻ്റെ മോനെ സ്വർഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.